അടുത്തിടെ കൊടുത്ത ഒരു അഭിമുഖത്തിൽ ദൃശ്യം 3 കുറിച്ചുള്ള മോഹൻലാലിന്റെ വാക്കുകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ബാറോസ് റിലീസുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ് മാധ്യമത്തിൽ നടി സുഹാസിനിക്ക് നൽകിയ അഭിമുഖത്തിൽ ദൃശ്യം 3 കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ചിത്രത്തിലെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന നിലയിൽ വാർത്തകൾ പ്രചരിച്ചു. അത്തരം പ്രചരണങ്ങളെ തിരുത്തി ജിത്തു ജോസഫും രംഗത്തെത്തിയിരുന്നു. മൂന്നാം ഭാഗത്തിന്റെ എഴുത്ത് കഴിഞ്ഞിട്ടില്ലെന്നും ശ്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂ എന്നും ജിത്തു ജോസഫ് അന്വേഷിച്ചവരോടൊക്കെ പ്രതികരിച്ചു. ഇപ്പോഴിതാ ദൃശ്യം 3ന്റെ ഭാവിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുകയാണ് നടൻ മോഹൻലാൽ. പിടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ ദൃശ്യം 3നെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോഹൻലാലിന്റെ പ്രതികരണം ഇങ്ങനെ: "ദൃശ്യത്തിന് ഒരു മൂന്നാം ഭാഗം ഒരുക്കുക എളുപ്പമല്ല. പക്ഷേ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്ന് വന്നാൽ ദൃശ്യം 2നേക്കാൾ മികച്ച ചിത്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ മൂന്നാം ഭാഗവുമായി ഞങ്ങൾ വരില്ല. കാരണം ഞങ്ങൾ ഇതിനോടകം ഒരു പേരകം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കളഞ്ഞുകുടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല" എന്ന് മോഹൻലാൽ പറയുന്നു. അഭിമുഖത്തിൽ ഹിന്ദിയിലെ ദൃശ്യം റീമേക്കുകളെക്കുറിച്ച് ചോദ്യത്തിന് പ്രശംസാവാചകം പറയുന്നുണ്ട് അദ്ദേഹം. കഥയിൽ ചെറിയ മാറ്റം വരുത്തിയാണ് അവർ അവതരിപ്പിച്ചത്. അത് ഗംഭീരമായി അവർ ചെയ്യുകയും ചെയ്യും. നന്നായി ചെയ്താൽ മാത്രമേ വിജയം കാണാനാവൂ. മറ്റൊരു ഭാഷയിൽ നിന്ന് എടുക്കുന്ന ചിത്രം വ്യത്യസ്തമായി അവതരിക്കുന്നത് നല്ല കാര്യമാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ സംസ്കാരവും സംഗീതവുമുണ്ട്. അതൊക്കെ ചേർന്ന് റീമേക്ക് ചിത്രത്തെ പുതിയ ചിത്രമായി അവതരിപ്പിക്കാനാവും. അതൊരു കലയാണ്. പക്ഷേ ഒറിജിനലിന്റെ സത്ത് നഷ്ടപ്പെടാതെ നോക്കണം. മോഹൻലാൽ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.